ഹലോ ഫ്രണ്ട്സ്, ഐ എം ഡോക്ടർ നാസിറ. ഇന്ന് ഫെബ്രുവരി 4 വേൾഡ് ക്യാൻസർ ഡേ. അപ്പോൾ ഇന്ന് ഈ വേൾഡ് ക്യാൻസർ ദിനത്തിൽ ഒരു ചെറിയൊരു അവയർനെസ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ക്യാൻസർ എന്നാൽ എല്ലാവരും ഭയപ്പെടുന്ന ഒരു രോഗമാണല്ലേ? അങ്ങനെ ഒരു ഭയമാണ് നമുക്ക് ശരിക്കും വേണ്ടത്? അല്ല, മറിച്ചൊരു അവയർനെസ് ആണ് നമുക്ക് വേണ്ടത്. ഒരു കൃത്യമായ അവയർനെസ് ഉണ്ടെങ്കിൽ ഒരു ഭയം ഇല്ലാതെ നമുക്കതിനെ നേരിടാനുള്ള ധൈര്യം നമുക്ക് കിട്ടും. ക്യാൻസർ വന്നു കഴിഞ്ഞാൽ എല്ലാവരും മരണപ്പെട്ടു പോകും എന്നൊരു തെറ്റിദ്ധാരണയാണ് പലർക്കും ഉള്ളത്. ഒരിക്കലും അല്ല. ക്യാൻസർ വന്ന് എല്ലാവരും മരണപ്പെടണമെന്നില്ല. മറിച്ച് സംഭവിക്കുന്നത് പലരും ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നത് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലായിരിക്കും. ഫൈനൽ സ്റ്റേജിൽ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം അവർക്ക് രക്ഷപ്പെടാനുള്ള ചാൻസ് കുറവായിരിക്കും. അപ്പം ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ പ്രതിരോധ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? മദ്യപാനം, പുകവലി അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. 2, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാം. അതായത് നല്ല വീട്ടിലുണ്ടാക്കിയ നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക. പിന്നെ 3, വ്യായാമം, എക്സസൈസ് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാം. പിന്നെ അതേപോലെ സ്ക്രീനിങ് ടെസ്റ്റുകളുണ്ട്. സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുമ്പം നമുക്ക് സ്വന്തമായിട്ട് ഏറ്റവും ഒരു കോമൺ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി പറയാം. ഇപ്പം നമുക്ക് സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു 25-30 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് തന്നെ നമുക്ക് എക്സാമിൻ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലും മുഴ പോലോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കാണുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നതായിരിക്കും നല്ലത്. അപ്പം അതേപോലെ നമുക്ക് എല്ലാ വർഷവും 35 വയസ്സ് കഴിഞ്ഞാൽ വർഷത്തിലൊരിക്കൽ, പ്രത്യേകിച്ച് നമുക്ക് ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, ഇപ്പം കുടുംബത്തിൽ നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒരു ക്യാൻസർ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീനിങ് എന്തായാലും ചെയ്യാം. എന്ത് ക്യാൻസർ ആയിക്കോട്ടെ, തൈറോയ്ഡ് ക്യാൻസറോ ബ്രസ്റ്റ് ക്യാൻസറോ എന്ത് ക്യാൻസർ ആണെങ്കിലും നമുക്കതനുസരിച്ചിട്ടുള്ള സ്ക്രീനിങ്ങുകൾ ഫർദർ ചെയ്യാൻ വേണ്ടി നോക്കാം. അതൊരു കാര്യം. പിന്നെ അതേപോലെ നമുക്ക് പല ക്യാൻസറുകളും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വാക്സിൻസ് അവൈലബിൾ ആണ്. ഏറ്റവും കോമൺ ആയിട്ട് അങ്ങനെയുള്ളൊരു വാക്സിനാണ് HPV വാക്സിൻ. സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ക്യാൻസറാണ് സർവൈക്കൽ ക്യാൻസർ, അല്ലേ? ഈ സർവൈക്കൽ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് HPV വാക്സിൻ, അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസിൻ്റെ വാക്സിൻ നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? പിന്നെ നമുക്കിപ്പം രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ തന്നെ വേണ്ടതായ ചികിത്സകളും കൃത്യമായ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ ഏറ്റവും അത്യാവശ്യം ഇതിനേക്കാളൊക്കെ നമ്മുടെ ഒരു സോഷ്യൽ സപ്പോർട്ടാണ്. ക്യാൻസറാണെന്ന് പറഞ്ഞാൽ അവരെ പകരും എന്ന് വെച്ചിട്ട് പലരും അവരെ മാറ്റി നിർത്താറുണ്ട്. ഒരിക്കലും ഇല്ല. ക്യാൻസർ പകരുന്നൊരു അസുഖമല്ല. അപ്പോൾ അങ്ങനെ ഒരിക്കലും അവരെ ഒരു ഭയത്തോടെ കാണേണ്ട ആവശ്യമില്ല. അവരെ ചേർത്ത് പിടിച്ച് ഒരു സപ്പോർട്ട് കൊടുത്ത്, ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മളൊരു നല്ലൊരു സപ്പോർട്ട് അവർക്ക് കൊടുത്ത് ആ ധൈര്യത്തിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ വേണ്ടത്. ഓക്കെ. അപ്പം ഞാൻ ഒന്നും കൂടി പറയുന്നു, ഇതിൽ നിന്ന് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും വലിയൊരു മോറൽ വേറൊന്നുമല്ല. ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഭയപ്പെടേണ്ട ഒരു അസുഖമല്ല, മറിച്ച് ജസ്റ്റ് ഒരു അവയർനെസ് മാത്രമാണ് വേണ്ടത്. അതിന് വേണ്ടിയുള്ള പ്രിക്കോഷനും പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കുക. പിന്നെ മാക്സിമം റേഡിയേഷണൽ കാര്യങ്ങളൊക്കെ അടിക്കാതിരിക്കാൻ നോക്കുക. നമ്മളെ തന്നെ സൂക്ഷിക്കുക. ഓക്കെ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.